ഇതുപോലുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള മിക്സർ കിട്ടാൻ കടയിലൊന്നും പോയി കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എളുപ്പത്തിൽ തന്നെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അപ്പം അത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് 2 കപ്പ് കടലമാവും 1/2 കപ്പ് അരിപ്പൊടി, 1 ടീസ്പൂൺ സാദാ മുളക് പൊടിയും, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കായപ്പൊടിയും, 1 ടീസ്പൂൺ ഉപ്പും, ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഒട്ടാണ്ടിരിക്കാൻ വേണ്ടി അല്പം ഓയിലും ചേർത്തിട്ട് ഇതുപോലെ കുഴച്ചെടുത്തതിന് ശേഷം സേവനായിലോട്ട് നമ്മൾ ഓരോ ഉരുളകളാക്കി ഇട്ട് കൊടുക്കുക. ഓയിൽ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ ഇങ്ങനെ ചുറ്റിച്ചെടുക്കുക. എന്നിട്ട് ഒരു ഭാഗം ഒന്ന് ബ്രൗൺ ആയി വരുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് കോരിയെടുക്കുക. നന്നായിട്ട് ബ്രൗൺ ആയി കഴിഞ്ഞാൽ കരിഞ്ഞ ടേസ്റ്റ് വരും. അപ്പം അത് ശ്രദ്ധിക്കുക. ഇനി ഇതിലോട്ടുള്ള ബൂന്ത് റെഡിയാക്കി എടുക്കാൻ വേണ്ടി 1/2 കപ്പ് കടലപ്പൊടിയും 4 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും 1/2 ടീസ്പൂൺ വീതം സാദാ മുളക് പൊടിയും കാശ്മീരി ചില്ലി പൗഡറും ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടിയും പിന്നെ ടേസ്റ്റിന് കുറച്ച് കായപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർക്കുക കേട്ടോ. പിന്നെ വെള്ളം ചേർക്കുമ്പോൾ കൺസിസ്റ്റൻസി ഇത് മതിയിട്ട് ഈ കൺസിസ്റ്റൻസിയിൽ വെള്ളം ചേർത്ത് ഒന്നായിട്ട് കുഴച്ചിട്ട് നല്ലതായിട്ട് മിക്സ് ആക്കി എടുക്കാം. എന്നിട്ട് ഇതാ നമ്മൾ ഇതേപോലെ ബൂന്തി റെഡിയാക്കി എടുക്കുക. ഇനി അതേ ഓയിലിലോട്ട് തന്നെ നമ്മൾ കറിവേപ്പിലയും വെളുത്തുള്ളിയും നിലക്കടയും പൊട്ടുകടലയും പിന്നെ നമ്മൾ കുറച്ച് വറ്റൽമുളകും എല്ലാം ഇട്ടൊന്ന് കോരിയെടുക്കുക കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ആക്കി എടുക്കുക. നല്ല അടിപൊളി പരിപാടി കേട്ടോ ഈ മിക്സിംഗ് എന്ന് പറയുമ്പോൾ. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക. ഈ സമയത്ത് കുറച്ച് ഉപ്പും മുളകും എല്ലാം കുറവ് തോന്നുന്നുണ്ടെങ്കിൽ ഇതേ സമയം ചൂടോടെ തന്നെ ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആക്കി എടുത്താൽ നല്ല അടിപൊളി ക്രിസ്പി ആയിട്ടുള്ള മിക്സർ വീട്ടിൽ തന്നെ റെഡി ആക്കി കിട്ടും കേട്ടോ.